എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാകിസ്ഥാനി മോഡലിൽ വരുന്ന ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഞാൻ ഈ ഒരു നെക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഇതേപോലെ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി കട്ട് ചെയ്യുന്ന സമയത്താണ് നാലാക്കി മടക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ നാലാക്കിയിട്ട് മടക്കിയിടണം. അതായത് 2 പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് വേണം. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോർമൽ സ്ലിറ്റഡ് ടോപ്പാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് യോക്ക് വെച്ചിട്ട് ചെയ്യാം. യോക്ക് വരെ നമ്മൾ ഈ 2 പീസ് വെച്ചിട്ട് ചെയ്യാം. അവിടുന്ന് താഴേക്ക് വേറൊരു പീസ് സ്കേർട്ട് പോർഷനിലേക്ക് വെച്ചിട്ട് ചെയ്യാം. ബാക്ക് പീസ് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതല്ല എയർലൈൻ പ്രകാരം ആണെന്നുണ്ടെങ്കിലും യോക്ക് വെച്ച് ചെയ്യാം. അംബർല മോഡൽ ആണെങ്കിലും യോക്ക് വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഫുൾ ലെങ്ത്തിൽ 2 പീസ് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒത്തിരി ക്ലോത്ത് വേസ്റ്റേജ് വരും. അതുകൊണ്ടാണ് യോക്ക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. കാരണം നമുക്ക് 2 പീസ് ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഇതേപോലെ തുണി നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യോക്കിന് ലെങ്ത് ആയിട്ട് 14.5 ആണ്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 15.5 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി വിഡ്ത്ത് അത് നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്തിന്റെ കൂടെ സീം അലവൻസും കൂടി ചേർത്തിട്ട് വേണം മടക്കിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ നോർമൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുക. എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ 7 ഇഞ്ചാണ്, ആ 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് ഒരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്യാറ്, സാധാരണ എത്രയാണ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് നേരെ താഴേക്ക് ആം ഹോൾ ലെങ്ത് 7 ഇഞ്ചാണ്, അതും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവിടേക്ക് നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുള്ള അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ 9 ആണ്, 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടം വിഡ്ത്ത് ആയിട്ട് 8 ഇഞ്ചാണ്, അവിടെയും ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സീം അലവൻസുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ആദ്യം ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാറ്റിയിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. ശരിക്കും നമുക്കിത് ഫ്രണ്ടിലുള്ള ആം ഹോൾ ആണ് ആവശ്യം. അപ്പൊ ഈ ഫ്രണ്ടിലുള്ള ആം ഹോൾ പ്രകാരം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ബാക്ക് പീസ് അല്ലല്ലോ, ഇത് നമ്മൾ രണ്ടും ഫ്രണ്ടിലേക്കുള്ള പീസാണ്. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടുള്ള അളവ് മാർക്ക് ചെയ്തെങ്കിലും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് രണ്ടിനും 2 രീതിയിലാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ല. അത് നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കൊടുക്കാം. അതായത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതേപോലെ 2 പീസ് ഉണ്ടാവും. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പീസ് ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് ആയിട്ട് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുക്കുമ്പോൾ ഷോൾഡർ ഹോൾ ആവുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഫ്രണ്ടിലേക്ക് വരുന്ന പീസിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അടിയിൽ വരുന്ന പീസിനാണ് 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. 4 ഇഞ്ച് നെക്ക് വിഡ്ത്തും 7 ഇഞ്ച് നെക്കിന് ഇറക്കവും കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. ഈ ബോക്സിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് വെച്ചിട്ട് ഇതേപോലൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1 ഇഞ്ച് വിഡ്ത്തുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെയിം കളർ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതല്ല നിങ്ങൾ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഞാനിവിടെ സെയിം കളർ ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. നെക്ക് പതിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം. അത് ഇതേപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് 4 ഇഞ്ചായിരുന്നു കൊടുത്തത്. ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ കറക്റ്റ്, അതായത് നിങ്ങൾക്ക് ആക്ച്വൽ എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടത് ആ നെക്ക് വിഡ്ത്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3 ഇഞ്ച് നെക്കിന് ഇറക്കവും മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് ഇനിയാണ് നമ്മൾ നോർമൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസം വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഫ്രണ്ടിലെ പീസിന് നെക്ക് വിഡ്ത്ത് ആയിട്ട് 4 ഇഞ്ചാണ് എടുത്തത്. നമ്മൾ മടക്കി അടിക്കുമ്പോൾ, അതായത് നെക്ക് മടക്കി അടിക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 4.5 ഇഞ്ചായിട്ടാണ് അത് വരിക. അപ്പൊ നമ്മൾ ഈ ആ 4.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവ് വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത ഭാഗത്തും ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ആ നെക്കിന്റെ വിഡ്ത്ത് 3 ഇഞ്ചാണല്ലോ, ആ 3 ഇഞ്ച് ഇതേപോലെ താഴേക്ക് ഈ 1.5 ഇഞ്ചിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇറക്കി വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോളിന്റെ അവിടുന്ന് നേരെ താഴോട്ടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഓൾറെഡി നെക്കിന് വിടുത്ത് മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് നേരത്തെ നമ്മൾ നെക്കിന് എത്രയാണോ വിടുത്ത് കൊടുത്തത് അത് മടക്കി തയ്ച്ച് വരുമ്പോൾ 4.5 ഇഞ്ചാണ് ഉണ്ടാവുക. ആ എക്സ്ട്രാ വരുന്ന 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആം ഹോളിന്റെ താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെക്കിന്റെ ലെങ്ത്തിന്റെ അവിടെ നിന്നും താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു 3 പോയിന്റ് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഈ 3 പോയിന്റും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വൈഡ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൈഡ് ആയിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു കീ ഹോൾ, അതായത് നമ്മൾ ആ ഒരു നെക്കിന്റെ ആ ഒരു സെന്റർ പോർഷനിൽ വരുന്ന ഒരു കീ ഹോൾ അതെങ്ങനെയാണോ വരേണ്ടതെന്നുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ലൈറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. അതായത് ഓവർ വൈഡ് ആയിട്ട് വരയ്ക്കാതെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നിവർത്തി വെക്കുക. എന്നിട്ട് താഴത്തുള്ള പീസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ കീ ഹോൾ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അത് കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് മടക്കിയിട്ടിട്ട് വൈഡായിട്ട് കട്ട് ചെയ്യാം. ആദ്യമേ നമ്മൾ ഒത്തിരി വൈഡായിട്ട് കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ ലൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ കട്ട് ചെയ്യാലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാനിത് കൂട്ടി കൊടുത്തിട്ടൊന്നുമില്ല, എനിക്കിത് മതി എന്നുള്ളത് കൊണ്ട് ഇതിൽ തന്നെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പർ കൊടുക്കാം. ഇനി അതല്ല ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലൈനിങ് സെയിം ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മറിച്ചെടുത്താലും മതി. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസുകളൊക്കെ വെച്ചിട്ടൊന്ന് ഇതിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാക്കിലുള്ള പീസിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കാണ്. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മറിച്ചെടുത്തിട്ട് നമ്മൾ 2 ഫോൾഡ് ചെയ്തിട്ട് ഉള്ളോട്ടേക്ക്, അതായത് ഈ ഒരു പീസ് പുറമേക്ക് കാണാത്ത രീതിയിൽ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഞാനിവിടെ ഒരു വേറെ തന്നെ ഒരു കളറാണല്ലോ വെച്ചത്. അപ്പൊ അത് നമുക്കൊരു പൈപ്പിംഗ് പോലെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള പൈപ്പിംഗ് അവിടെ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മടക്കി തയ്ക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ലേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലേസ് കൊടുക്കാം. കാരണം ഇതുപോലുള്ള നെക്ക് അധികവും ലേസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മിറർ വർക്ക് കൊടുത്തിട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അത് ചെയ്തെടുക്കാം. ഞാനിവിടെ റെഫറൻസ് ആയതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ പീസ് എടുക്കാം. രണ്ടാമത്തെ പീസും സെയിം ഇതേപോലെ തന്നെ നെക്കിന്റെ ഭാഗവും പിന്നെ നമുക്ക് 2 സൈഡിലും ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡ് ഞാൻ ഓൾറെഡി പതിച്ചടിച്ചിട്ടുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, അതിനുശേഷം മടക്കിയിട്ട് തയ്ക്കുക. തയ്ച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അത് കിട്ടുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. 2 പീസും ഇതേപോലെ തന്നെ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ സൈഡൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം താഴെ ഇരിക്കുന്ന പീസ് ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളിൽ ഫ്രണ്ടിൽ വരുന്ന പീസ് ഇട്ട് കൊടുക്കുക. ഈ താഴ്ഭാഗം സൈഡ് വശങ്ങളൊക്കെ ഒരേ അളവായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നിന്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴ്ഭാഗം, ബോട്ടം ഭാഗം, പിന്നെ സൈഡ് ഇത്രയും ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ പീസിൽ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പും കൂടി ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഷോൾഡർ കൺവേർട്ട് ആയിട്ട് വരും. എങ്ങനെയാണ് നമുക്ക് ആ ഒരു കീ ഹോളോട് കൂടിയിട്ട് വേണ്ടതെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത് കൺവേർട്ട് ആയിട്ട് വരും. അപ്പോൾ ആ ഷോൾഡറിന്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ പാകിസ്ഥാനി മോഡലിലുള്ള നെക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ പീസ് എടുക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിലെ മുകളിലുള്ള പീസിൽ ഇരിക്കുന്ന നെക്ക് വിഡ്ത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെക്ക് വിഡ്ത്താണ് ബാക്ക് പീസിന് വേണ്ടത് കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കിലേക്ക് ഉള്ള പീസ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ സ്ലീവ് ഉണ്ടെങ്കിൽ സ്ലീവ് ജോയിൻ ചെയ്യുക, സ്ലീവ് ഇല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും നെക്ക് ഡിസൈനോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ.